എല്ലാവർക്കും Sreela Krishnakumarന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ടൈറ്റിൽ പറഞ്ഞ പോലെ ഹെർബൽ ഹെയർ ഓയിൽ, ഔഷധ ഗുണമുള്ള മുടിയിൽ തേക്കാൻ പറ്റുന്ന എണ്ണ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ അകാലനര, താരൻ, മുടി പൊട്ടിപ്പോവുക, മുടിയുടെ കട്ടി കുറവുക, അതിനൊക്കെ ഉള്ളൊരു പ്രതിവിധി നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ എണ്ണ ഉണ്ടാക്കാനായിട്ട് പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത് മൈലാഞ്ചി ഇല, അകാലനര, താരൻ എന്നിവയിൽ നിന്ന് മുടിയെ സംരക്ഷിച്ച് അതിന് നല്ല വളർച്ച നൽകുന്നു. അതുപോലെ പേരയില, ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് മുടി പൊട്ടിപ്പോകുന്നതിന് സംരക്ഷിക്കുകയും ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു. പിന്നെ നമുക്ക് ചുറ്റും കാണുന്നൊരു സംഭവമാണ് കയ്യുണ്ണി എന്ന് പറയുന്നത്. അതിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട്. അത് മുടി പെട്ടെന്ന് വളരാനും അകാലനരയും തടയുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കറ്റാർ വാഴ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ സ്കാൽപ്സിലെ ഡെഡ് സെൽസ് മാറ്റുകയും ചെയ്യും, താരൻ കുറയ്ക്കുകയും മുടിക്ക് തിളക്കവും കൊടുക്കുന്നു. പിന്നെ കറിവേപ്പില, അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളം ഉള്ള കാരണം മുടിക്ക് നല്ല മോയ്സ്ചറൈസർ കൊടുക്കുകയും ചെയ്യും, മുടി വളരാൻ സഹായിക്കുകയും ചെയ്യും. പിന്നെ ചെമ്പരത്തിപ്പൂവ് മുടി കൊഴിച്ചിൽ, മുടി വളർച്ച, അകാലനര എന്നിവയെ ചേർക്കുന്നു. പിന്നെ നെല്ലിക്ക, അത് മുടിയുടെ സൂപ്പർ ഫുഡാണ്. അപ്പോൾ മുടിയുടെ വേരിലേക്ക് ഇറങ്ങി ചെന്ന് മുടിക്ക് നല്ല സ്ട്രെങ്ത് കൊടുക്കും. അത് സ്പീഡായിട്ട് വളരാൻ സഹായിക്കുകയും ചെയ്യും. ചുവന്ന ഉള്ളി മുടി കൊഴിച്ചിൽ, അകാലനര, താരൻ എന്നിവയിൽ നിന്ന് നമ്മുടെ മുടിയെ നല്ലപോലെ സംരക്ഷിക്കും, മുടിക്ക് നല്ല കട്ടിയും കൊടുക്കും. അടുത്ത ഉലുവയാണ്. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, ബി, സി അത് താരനെ നല്ലപോലെ പ്രതിരോധിക്കും. അതുപോലെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഉലുവ എടുക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നീലാമരിയാണ്. അത് അകാലനര തടഞ്ഞ് പുതിയ മുടി ഇഴകൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ ഇതൊരു നാച്ചുറൽ ഹെയർ ഡൈയിങ് ഏജൻറ്റ് കൂടിയായിട്ട് വർക്ക് ചെയ്യും. നമ്മളിതിനകത്ത് എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുകയാണ് അടുത്തായി ചെയ്യുന്നത്. നമ്മൾ കറ്റാർ വാഴയുടെ തൊലി കളഞ്ഞ് അതിനകത്തുള്ള ഫ്ലഷ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിനെ നമ്മളൊരു ഗ്രൈൻഡിങ് ജാറിലിട്ട് നമ്മൾ പേസ്റ്റ് പോലെ ചെറിയാക്കി എടുക്കും. പിന്നെ നമ്മൾ കട്ടിയുള്ളൊരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഏകദേശം 1.5 ലിറ്റർ വെളിച്ചെണ്ണയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തേങ്ങ ആട്ടിച്ചുണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. അത് നമ്മളൊരു കട്ടിയുള്ള ചീനച്ചട്ടിയിലെടുക്കുന്നു. അതൊന്ന് ചൂടായി വരാൻ നമ്മൾ വയ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ പേസ്റ്റ് പോലെ നമ്മളിപ്പോൾ അരച്ചെടുത്തത് ഇതിലോട്ടങ്ങ് പതുക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറു ചൂടിൽ നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഫ്ലെയിം താഴ്ത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് വീണ്ടും അല്പം ഒന്ന് തീ കൂട്ടി ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ എടുക്കും നമുക്കിതൊന്ന് പാകമായി വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പാകത്തിലാവും. ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ഇരിക്കും. ഓൾമോസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും അന്നേരം നമ്മൾ തീ കെടുത്തിയതിന് ശേഷം നീലയമരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നീലയമരി പൊടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തീ തിളച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന നീലയമരിയുടെ ഇലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അരച്ചതിൻ്റെ കൂടെ തന്നെ അതും കൂടെ ചേർത്ത് അരച്ചെടുക്കാൻ പറ്റും. എണ്ണ പാകമായതിനു ശേഷം അത് ആറിയതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ല് കുപ്പികളിലേക്ക് ആക്കിയാണ് നമ്മളിത് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ചില്ല് കുപ്പിയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷെൽഫ് ലൈഫ് കിട്ടും നമ്മുടെ എണ്ണയ്ക്ക്. ഇവിടെ നമ്മളെ വീട്ടിൽ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഇങ്ങനെയാണ് എണ്ണ കാച്ചി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ എണ്ണ കാച്ചി നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിവ്യൂസൊക്കെ അറിയിക്കുമല്ലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേരാണ്. താങ്ക് യു.